നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മീനം ലഗ്നക്കാര് നിർബന്ധമായും ഈ പറയുന്ന ഗ്രഹത്തെയും ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട ദേവതയും നിങ്ങൾ ഭജിക്കണം. ഭജിച്ചാൽ ജീവിതത്തിൽ വച്ചൊരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകും. അതിന് നിഷ്ഠയോടെ ഈ പറയുന്ന കാര്യങ്ങൾ നിത്യവും നിങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെ ചെയ്തു പോകുന്ന ദൈവത്തിൽ വളരെയധികം വിജയം നിങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ മീനം ലഗ്നം ഞാൻ ല എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടം തൊട്ട് നമ്മൾ പിന്നെ അത് മീനം ലഗ്നം ഒന്നാം ഭാവമായിരിക്കും. അതിനുശേഷം മേടം ലഗ്നം രണ്ടാം ഭാവം, അത് കഴിഞ്ഞ് ഇടം രാശിയാണ്. ആ ഇടം രാശി മൂന്നാം ഭാവമായിരിക്കും. അത് കഴിഞ്ഞ് മിഥുനം രാശിയാണ്, അത് നാലാം ഭാവം. അപ്പം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ്. ഈ അഞ്ചാം ഭാവമാണ് മീനലഗ്നക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവായി വരുന്നത്. അപ്പോൾ ഈ കർക്കിടക രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനെയാണ് നിങ്ങൾ ഉപാസിക്കുന്ന ഗ്രഹം. അതുകൂടാതെ ഈ പറയുന്ന ചന്ദ്രന്റെ സ്തോത്രം നിത്യവും ജപിക്കണം, മുടങ്ങാതെ ജപിക്കണം. നിങ്ങൾ പുലവാലായ്മ വരുമെങ്കിൽ ജപിക്കാതിരിക്കുക. സ്ത്രീകളാണെങ്കിൽ ശുദ്ധി കാലഘട്ടത്തിൽ ജപിക്കാതിരിക്കുക. ബാക്കി സമയങ്ങളിലൊക്കെ നമുക്ക് ജപിക്കാം. നിഷ്ഠയോടെ ജപിക്കണം. ഭക്തിപൂർവ്വം ജപിച്ചാൽ ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി രീതിയിൽ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധ ഫലം ഉണ്ടാകുകയില്ല. ഭക്തിയോടെ നിഷ്ഠയോടെ നിഷ്കളങ്കമായ ഭക്തിയോടെ നിങ്ങൾ ജപിച്ചാൽ ഉറപ്പായും ഇതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ചന്ദ്രസ്തോകം നിത്യവും ജപിക്കണം. ദതി ശംഖതുഷാരഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിരം സോമം ശംഭു മകുടഭൂഷണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ദതി ശംഖതുഷാരഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിരം സോമം ശംഭൂർ മകുടഭൂഷണം. ഈ സ്തോത്രം നിത്യവും നിങ്ങൾ രാവിലെ സമയം കിട്ടുന്നവരാണെങ്കിൽ 108 തവണ ജപിക്കുക, ഇല്ലെങ്കിൽ 12 തവണയെങ്കിലും കുറഞ്ഞ് ജപിക്കണം. അപ്പോൾ അതിനുശേഷം ജപിക്കേണ്ടത് ഈ ചന്ദ്രദേവനുമായി ബന്ധപ്പെട്ട ദേവത ദുർഗാദേവിയാണ് നിങ്ങൾ ഭജിക്കേണ്ടത്. ദുർഗാദേവിയെ ഭജിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉന്നതി ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ദുർഗാഷ്ടകം ജപിക്കാം. ആ ദുർഗാഷ്ടകം ഞാൻ പറഞ്ഞുതരാം. കാർത്യായനി മഹാമായേ ഗൺഗമാണധനുർധരി ഗൺഗതാരിണി ചണ്ഡി ശ്രീ ദുർഗാദേവി നമോസ്തുതേ. വസുദേ വസുദേ കാളി വസുദേവ സഹോദരി വസുന്ധരാ ശ്രീയേ നന്ദേ ദുർഗാദേവി നമോസ്തുതേ. യോഗനിദ്രേ മഹാനിദ്രേ യോഗമായേ മഹേശ്വരി യോഗസിദ്ധികാരി ശുദ്ധേ ദുർഗാദേവി നമോസ്തുതേ. ശംഖുചക്ര ഗദാപാണി ശർങ്ങജായദാ ബാഹവി പീതാംബരധരേ ധന്യേ ദുർഗാദേവി നമോസ്തുതേ. ദൃഗ്യജു സമന്ത്രവർണ്ണേജതു സമന്തലോകാനി ബ്രഹ്മസ്വരൂപിണി ബ്രഹ്മി ദുർഗാദേവി നമോസ്തുതേ. വൃഷ്ണീനാം കുലസംഭൂതേ വിഷ്ണുനാഥ സഹോദരി വൃഷ്ണിരൂപധരേ ധന്യേ ദുർഗാദേവി നമോസ്തുതേ. സർവജ്ഞേ സർവാംഗേ സർവേ സർവേശേ സർവസാക്ഷിണി സർവാമൃത ജടാഭാരേ ദുർഗാദേവി നമോസ്തുതേ. അഷ്ടബാഹു മഹാസത്വേ അഷ്ടമി നവമി പ്രിയേ അഷ്ടഹാസപ്രിയേ ഭദ്രേ ദുർഗാദേവി നമോസ്തുതേ. ദുർഗാഷ്ടകമിദം പുണ്യം ഭക്തിതോയ പടേനര സർവകാമമവപ്നോതി ദുർഗാലോകം സഗച്ഛതി. ഓ, ഇതാണ് ദുർഗാഷ്ടകം. നിത്യവും ഈ ദുർഗാഷ്ടകം ഈ മീനലഗ്നക്കാര് ജപിക്കണം.
ദേവിയെ മനഃശുദ്ധിയോടുകൂടി മനസ്സിൽ ധ്യാനിച്ച് ഈ ദുർഗാഷ്ടകം ജപിച്ചാൽ അവരുടെ എല്ലാ കാമനകളും ദേവി നടത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ചെയ്യുക. അതുപോലെ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ധാര നടത്തണം. ഉമാമഹേശ്വര പൂജ നടത്തുക. വെളുത്തുവാവ് ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭഗവതി സേവയെന്ന പൂജയും നടത്തണം. അശ്വാരൂഢ യന്ത്രമാണ് ഈ മീനലഗ്നക്കാർ ധരിക്കേണ്ടത്. കയ്യിൽ ധരിക്കേണ്ട രത്നം എന്ന് പറഞ്ഞാൽ ചന്ദ്രകാന്തമാണ്. അപ്പോൾ ഈ ചന്ദ്രകാന്തം ധരിക്കുകയും അശ്വാരൂഢ യന്ത്രം ധരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ആ സ്തോത്രവും മുൻപറഞ്ഞ ആ സ്തോത്രവും ദുർഗാഷ്ടകവും നിത്യവും നിങ്ങൾ ജപിക്കുക, മുടങ്ങാതെ ജപിക്കുക. ഈ അനുഷ്ഠാനം നിത്യവും ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്നാൽ നമുക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന എല്ലാ സർവ്വദുഃഖ ദുരിതങ്ങളൊക്കെ എല്ലാം ഒരു ശമനം ഉണ്ടാവും. നിസ്സംശയം പറയാം. നിങ്ങൾ ഭക്തിപൂർവ്വം നിഷ്ഠയോടെ നിത്യവും ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയിലും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു.